ഹായ് വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. നമ്മൾ ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റാർ സീനിയയുടെ 3 കളർ സ്റ്റാർ സീനിയയുടെ പ്ലാന്റൊക്കെ വാങ്ങി അതിൻ്റെ വഴിയെ നമ്മൾ കാണുന്നുണ്ട് വീഡിയോയിൽ അതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസൊക്കെ. അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും ഒക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 സൈസ് ഗ്രൗണ്ട് ഓർക്കിഡും വാങ്ങി, അതെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മൾ വാങ്ങിയ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റും അതിൻ്റെ ഫ്ലവർ ഏതാണെന്നൊക്കെ ഉള്ളത് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ നല്ല പാക്കിങ്ങിലാണ് അവർ പ്ലാന്റൊക്കെ അയച്ചു തന്നത്. നമ്മളത് അൺബോക്സ് ചെയ്ത് തുറന്ന് നോക്കിയിട്ടും നമുക്ക് പ്ലാന്റിനൊന്നും ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല. നമ്മുടെ സ്റ്റാർ സീനിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ മണ്ണും മണലും ചേർത്താണ് സ്റ്റാർ സീനിയ നട്ടിരിക്കുന്നത്. വേറെ ഒന്നും തൽക്കാലം ഞാൻ അതിനകത്ത് വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഗ്രൗണ്ട് ഓർക്കിഡിനകത്ത് ഞാൻ ഇച്ചിരി കരിക്കട്ടയും കൂടിയിട്ടാണ് ഗ്രൗണ്ട് ഓർക്കിഡ് നടുന്നത്. എല്ലാ വട്ടവും ഗ്രൗണ്ട് ഓർക്കിഡ് നടുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിനകത്ത് കരിക്കട്ടയും ഇട്ടാണ് നമ്മൾ നടുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് കിട്ടും നമുക്ക്. ഇതാണ് നമ്മുടെ സ്റ്റാർ സീനിയയുടെ പ്ലാന്റ് സൈസ്. ഒരു പ്ലാന്റിന് 40 രൂപ വെച്ചാണ് ആവുന്നത്. ഒരു പ്ലാന്റ് സൈസ് ഇതാണ് 40 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇങ്ങനെ നമ്മൾ 3 കളറാണ് വാങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത മാസം തൊട്ട് 6 കളർ പ്ലാന്റ് അവൈലബിളായിട്ട് വരും. കാരണം അവർ ബാക്കി 3 കളറും കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം തൊട്ട് അത് സെയിലിനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റിനെല്ലാം 40 രൂപ വെച്ചാൽ, ഓരോ പ്ലാന്റിനും 40 രൂപ വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡിന് ഓരോ വെറൈറ്റി അനുസരിച്ചും ഓരോ റേറ്റാണ്. ഒരു ഷൂട്ടിൻ്റെ പ്ലാന്റിന് അതിൻ്റെ അനുസരിച്ച് റേറ്റ് വരും. അതുപോലാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. മണ്ണും മണലും കരിക്കട്ടയും വെച്ചാണ് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പോട്ട് ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ. അന്നേരം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്റ്റാർ സീനിയോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ തോനെയും കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ, ഓക്കെ, ബൈ ബൈ. നമുക്ക് പ്ലാന്റ് കൈ കിട്ടിയപ്പോഴേ നമ്മുടെ പ്ലാന്റ് ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നു. നമ്മളത് തുറന്നപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ സ്പൈക്ക് അങ്ങ് ഒടിഞ്ഞു പോയി. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ അത് ഒരു 2-3 ആഴ്ചയെങ്കിലും ആ പ്ലാന്റ് അടിപൊളിയായിട്ട് ആ ഫ്ലവർ അതിനകത്ത് നിന്നിരുന്നേനെ. അന്നേരം ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.